Hi friends, welcome to Commerce Bites. To my dear students out there listening to me, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വളരെയധികം ക്രൈസിസ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങനെ നെഗറ്റീവ് അടിച്ച് വീട്ടിലിരിക്കാം, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇതുപോലെ ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഇതുപോലെയുള്ള കഷ്ടപ്പെട്ട സിറ്റുവേഷൻസിൽ നമ്മൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു കേരള സെറ്റ് എക്സാമിൻ്റെ ആ ഒരു റിസൾട്ട് വന്ന ഡെയിലി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. സോ ഐ വാണ്ട് മൈ സ്റ്റുഡൻസ് ടു റേസ് ലൈക്ക് എ ഫിനിക്സ് ബേർഡ്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്ത് എണീറ്റ് വരേണ്ടതാണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്ന ഒരു ബ്രൈറ്റ് ലൈഫ് ആകാൻ വേണ്ടിയിട്ട് യു ഷുഡ് ട്രൈ യുവർ ബെസ്റ്റ്. അണ്ടർസ്റ്റുഡ്? സോ തളർന്നിരിക്കാതെ നമ്മൾ നമ്മളുടെ എയിമിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 100% വർക്ക് ചെയ്യണം. ഓക്കെ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 100 കുട്ടികൾ അല്ലെങ്കിൽ 200 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത്രയധികം സ്റ്റുഡൻസിൻ്റെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഒരു ഫിനിക്സ് ബേർഡ് ഉണ്ട്. സോ ട്രൈ ടു മേക്ക് റൈസ് ദാറ്റ് ഫിനിക്സ് ബേർഡ് ഫ്രം യു, വിതിൻ യു. അണ്ടർസ്റ്റുഡ്? സോ ലോക്ക്ഡൗൺ ആണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള എക്സ്ക്യൂസസ് ഒക്കെ മറന്നേക്കൂ, അത് വിട്ടേക്കൂ. ആകെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോള്, അത് ടു ക്രാക്ക് ദ കേരള സെറ്റ് ജൂൺ 2021. ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ പിന്നെയും നീട്ടി അല്ലെങ്കിൽ വളരെയധികം മോശം സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഡെയിലി നമ്മൾ സോഷ്യൽ മീഡിയാസിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മൈ സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ബി വീക്കൻഡ് ബൈ ഹിയറിങ് ഓൾ ദിസ് ന്യൂസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും അധികം മോട്ടിവേറ്റഡ് ആക്കിയത്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ എന്ന് മാത്രമല്ല തുടർന്നുള്ള എല്ലാ വീഡിയോസിലും എൻ്റെ സ്റ്റുഡൻസ് അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ ലെറ്റ്സ് ബിഗിൻ our session of today's. We are going to do some question paper discussion which was held on 29th September 2019, and also we will be discussing few keyword techniques. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിന്ന് നോക്കും. അതുപോലെ തന്നെ കീവേഡ് ടെക്നിക്സ് കുറച്ച് നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ our journey. Okay, are you ready? Okay, before starting that let me tell you one thing. എന്നോട് ഇപ്പോൾ കുറേ സ്റ്റുഡൻസായി മാം കൊമേഴ്സിൻ്റെ സെറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. I hope if you are interested, I'll be putting commerce videos related to സെറ്റിന് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന കുറേ നോട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, കുറേ സിംഗിൾ ലൈനേഴ്സ് ഉണ്ട്, കുറേ ടെക്നിക്സ് ഉണ്ട്, ട്രിക്സ് ഉണ്ട്. ഇഫ് യു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, എനിക്കറിയില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര സ്റ്റുഡൻസ് സെറ്റ് കൊമേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല. സോ ഇഫ് യു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, ഗോ ഡൗൺ in the comment box and just comment yes if you need സെറ്റ് കൊമേഴ്സിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ, അങ്ങനെയുള്ള വീഡിയോസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ just comment below in the comment box. Okay, so let's begin our session. First question we are going to discuss is, which of the following is not the characteristic of social change? Options are, it describes the variation in the social interaction process and social organization. Option B, it involves the change in the system of social relationship. Option C, social change does not involve any value judgment. And option D, social change is predictable. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് സോഷ്യലി റിലേറ്റഡ്, അതായത് സോഷ്യൽ ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള 2 സെൻറ്റൻസാണ്. അതായത് സോഷ്യൽ ചേഞ്ച് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വേരിയേഷൻ ഇൻ ദ സോഷ്യൽ ഇൻട്രാക്ഷൻ പ്രോസസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സെർച്ച് ഫോർ ദ കീവേഡ്സ് എന്ന്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കൂ, സോഷ്യൽ ചേഞ്ച് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വേരിയേഷൻ.
കണ്ടോ, വേരിയേഷൻ ഇൻ ദ സോഷ്യൽ ഇൻട്രാക്ഷൻ. സോഷ്യലി ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, ബട്ട് അതിൽ ഒരു വേരിയേഷൻ. അപ്പോൾ സോഷ്യലുമായി ചേഞ്ചുമായി. കണ്ടോ, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായി സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ളത്. ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ. ഇറ്റ് ഇൻവോൾവ്സ് ദ ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ചേഞ്ച്, വേരിയേഷൻ, ഇതെല്ലാം നമ്മുടെ ചേഞ്ചിൻ്റെ തന്നെ ഒരു മീനിങ് ആണ്. ഓക്കെ, വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇതുപോലെയുള്ള വാക്കുകൾ എന്ന് വെച്ചാൽ സിമിലറായിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് വാക്കുകളില്ലേ, ആ വാക്കുകളിലായിരിക്കണം നമ്മളുടെ കണ്ണ് ഉടക്കേണ്ടത്. മനസ്സിലായോ? നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിലേക്കല്ല നമ്മൾ ശരിക്കും ആൻസർ ചെയ്യേണ്ടത്. ആക്ട് ലൈക്ക് എ പ്രോ, ഒരു പ്രൊഫഷണലായിട്ട് വേണം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? ആക്ട് ലൈക്ക് എ പ്രോ, പ്രൊഫഷണലായിട്ട് വേണം. ഓക്കെ, സോ തേർഡ് ഓപ്ഷൻ നോക്കാം. സോഷ്യൽ ചേഞ്ച് ഡസ് നോട്ട് ഇൻവോൾവ് എനി വാല്യൂ ജഡ്ജ്മെൻറ്റ്. വാല്യൂ ജഡ്ജ്മെൻറ്റിലേക്കൊന്നും സോഷ്യൽ ചേഞ്ച് ഇൻവോൾവ് ആവില്ല, അതുള്ള കാര്യമാണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ വേഴ്സ് സോഷ്യൽ ചേഞ്ച് ഇസ് പ്രെഡിക്റ്റബിൾ. നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ വരുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ലാസ്റ്റത്തെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഓപ്ഷൻ സിയും ഡിയും നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നിയെന്ന് വിചാരിക്കൂ. കാരണം എയും ബിയും ആർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് രണ്ടും സോഷ്യൽ ചേഞ്ചിൻ്റെ ഡെഫിനിഷനാണെന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സിയും ഡിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് അറിയാൻ പറ്റും. കാരണം സോഷ്യൽ ചേഞ്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഒരു സോഷ്യൽ ചേഞ്ച് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ്, so the answer is option D, that is social change is predictable. Moving to next question, which of the following is the most cohesive group? Okay, options are option A classroom, option B peer group, option C family, and option D community. Here the answer will be family. അതിൻ്റെ റീസൺ പറഞ്ഞു. ഈ ഒരു കൊഹസീവ്നെസ്സിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ്. നമ്മളുടെ ഒരു സിമിലർ ആയിട്ടുള്ള ഗോൾസ് ഒന്നും ആയിരിക്കില്ല, ബട്ട് ഈവൻ തോ നമ്മൾ സേഫാണ്, സെക്യൂർഡാണ്, ഹാപ്പിയാണ് എന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. റൈറ്റ്? സോ ഒരു സ്മോൾ ഗ്രൂപ്പ്, ഇതിൽ തന്നെ ഈ 4 ഓപ്ഷനിൽ ഏറ്റവും എന്താണ് സ്മോളസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഫാമിലി. റൈറ്റ്? ബിക്കോസ് നമ്മൾ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും റിഗാർഡ്ലെസ് ഓഫ് വെദർ ഓർ നോട്ട് ദേ ഷെയർ ദ സിമിലർ ഗോൾസ്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ഫാമിലി ഗോൾസ് ആയിരിക്കില്ല. ഈച്ച് വൺ ഓഫ് അസ് ഇസ് ഹാവിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ്. ബട്ട് നമ്മളുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. റൈറ്റ്? അല്ലാതെ ഇപ്പോൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ അതേ ഏജ്, ഇപ്പോൾ 10 ഇയേഴ്സാണ് നമുക്ക് എല്ലാവർക്കും എങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ സ്റ്റുഡൻസും, അതാണ് ജസ്റ്റ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അതുപോലെ ഇപ്പോൾ ഫാമിലിയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വൺ ആൻഡ് ഇറ്റ് വിൽ ബി ദ സേഫസ്റ്റ് ആൻഡ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത്, അല്ലേ? And the last option was community, which is a wider area. Okay, so the answer will be option C, that is family. Which of the following is the most cohesive group? The answer will be option C. I hope you people got my point, right? Now let's move to the next question. Which of the following is not associated with Fidurian theory of personality? Options are option A pleasure principle, option B reality principle, option C super ego, and option D that is collective unconscious. So ഇതിന് വേണ്ടിയിട്ട് let me explain what is Fidurian theory of personality. So let's discuss what is psychoanalytical theory, which is a bit important in this Kerala set exam. Okay, psychoanalytical theory, which was proposed by Fidurian and who is known as Sigmund Freud. Okay, it is based on the notion that individual gets motivated more by unseen force that are controlled by conscious and rational thoughts,
വിച്ച് മീൻസ് നമ്മൾക്കുണ്ടാവുന്ന കുറച്ച് കൺസെപ്ഷൻസ് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന കുറച്ച് ബിലീവ്സ് അബൌട്ട് സംതിങ്, എന്തിനെങ്കിലും പറ്റി നമ്മൾക്കുണ്ടാവുന്ന ഒരു ബിലീഫുണ്ട്. ഓക്കെ, ആ ഒരു ബിലീഫിനെയാണ് നമ്മൾ നോഷൻസ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ബേസ്ഡ് ഓൺ ദ നോഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഗെറ്റ് മോട്ടിവേറ്റഡ് more by unseen force that are controlled by conscious and rational thoughts. നമ്മൾക്കുണ്ടാവുന്ന കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട്സും അതുപോലെ തന്നെ റാഷണൽ ആയിട്ടുള്ള തോട്ട്സും എല്ലാം കൂടെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതിനെയാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മണ്ട് ഫ്രൂഡാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത് എന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അക്കോർഡിംഗ് ടു ഹിം, ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഫോംഡ് ത്രൂ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 3 കമ്പോണൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് റിമെമ്പർ സിഗ്മണ്ട് ഫ്രൂഡ്. സൈക്കോ അനലിറ്റിക്കൽ തിയറി, ദാറ്റ് ഇസ് സിഗ്മണ്ട് ഫ്രൂഡ്. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് പറയാൻ കിട്ടിയിരിക്കണം, ദാറ്റ്സ് ഫോർ ഷ്യൂർ. ഓക്കെ, സോ സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രൂഡ് എന്ന് പറയുമ്പോൾ 3 കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് ഈ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലുണ്ട്, വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് റൈറ്റ് നൗ. സോ 3 ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്: ID, സൂപ്പർ ഈഗോ ആൻഡ് ഈഗോ. ഓക്കെ, ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ ഈ 3 പറയണമെങ്കിൽ, ഇപ്പോൾ ID നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ 3 കമ്പോണൻസിനെ പറ്റി ഓരോ സെൻറ്റൻസിലാക്കി തരാം. അതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ID എന്ന് പറയുന്നത് ഐ വോണ്ട് ദിസ്, എനിക്ക് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കണം, അതെനിക്ക് വേണം, അതാണ് ID എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് ദ വേ ടു ഗെറ്റ് ഇറ്റ്, ഇതല്ല എനിക്ക് ഇത് കിട്ടാനുള്ള വഴി. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദ വേ ടു ഗെറ്റ് ഇറ്റ്. The next one is ego. Let's work on it. നമുക്കതിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ലെറ്റ്സ് മൂവ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ ഇസ് ID. ഇപ്പോൾ നിങ്ങൾ ID എന്ന് ഹെഡിങ് എഴുതിയില്ലേ, അതിൻ്റെ നേരെ തന്നെ ഒരു സ്കെച്ച് പെൻ വെച്ചോ മാർക്കർ വെച്ചോ എഴുതി വയ്ക്കുക പ്ലഷർ പ്രിൻസിപ്പിൾ. ID എന്ന് പറയുമ്പോൾ തന്നെ പ്ലഷർ പ്രിൻസിപ്പിൾ അതായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത്. ഓക്കെ, primitive part of mind that seeks immediate gratification of biological or institutional needs. Okay, the needs are basic physical needs while instinctive needs are unlearned, such as hunger and thirst. ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ID എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ദാഹിച്ചിരിക്കുന്നു, നമ്മൾ വേഗം ഓടിപ്പോയി, നമ്മളിപ്പോൾ 1-2 മണിക്കൂറായി ദാഹിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് വേഗം ഓടിപ്പോയി നമുക്കൊരു ബോട്ടിൽ വാട്ടർ വേണം. അതാണ് നമ്മളുടെ മെയിനായിട്ടുള്ളൊരു മോട്ടീവ്, അതാണ് ID എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര തേഴ്സ്റ്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹങ്കർ ആയിട്ടിരിക്കുന്നു. പെട്ടെന്നായിരിക്കും നമ്മളുടെ ഫ്രണ്ടിൻ്റെ പ്ലേറ്റിൽ ഫുഡ് ഇട്ടേക്കുന്നത്, വേഗം നമ്മൾ വിശപ്പ് കാരണം അത് തന്നെ എടുത്ത് കഴിക്കുകയാണ്. കണ്ട, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ID എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? നമ്മൾക്കത് വേണം, ഐ വോണ്ട് ദിസ്, അതാണ് നമ്മളുടെ മെയിനായിട്ടൊരു മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് സൂപ്പർ ഈഗോ. ആ ഒരു വാക്കിൽ തന്നെ ഇല്ലേ, ആ ഒരു വാക്ക് തന്നെ നിങ്ങൾക്ക് എന്താ സിമ്പിളായിട്ട് സൂപ്പർ ഈഗോനെ കുറിച്ച് അറിയുന്നത്? ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു കോംപ്ലക്സ് അങ്ങനെയുള്ളൊരു ടൈപ്പ്. അപ്പോൾ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുള്ളൂ, എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ഞാൻ നേർവഴിക്ക് നീങ്ങുള്ളൂ. നമ്മൾ കുറേ മൂവീസിൽ കുറേ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഈ വേറെ രീതിയിൽ കൂടെ ഒന്നും അവർ കാര്യം നടത്തില്ല, കറക്റ്റായ രീതിയിൽ കൂടെ മാത്രം നടത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഒരു മൂവിയില്ലേ, അതിൽ ജയറാമിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ആളെല്ലാം നേർവഴിക്ക് മാത്രം നീങ്ങുള്ളൂ, വേറെ വളഞ്ഞ വഴി കൂടെ ഒന്നും നീങ്ങില്ല. ഓക്കെ, ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ സൂപ്പർ ഈഗോ. എന്ന് വെച്ചാൽ അതൊരു ഈഗോ ആണ്. ഒരു മെച്യൂരിറ്റി വരുമ്പോൾ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ ഓർ മോറൽ വാല്യൂസ് ദാറ്റ് എ മാൻ ഇൻകൾക്കേറ്റ്സ് ആസ് ഹി മെച്യൂർസ്. ഒരു മനുഷ്യൻ മെച്യൂർ ആവും തോറും അയാൾക്ക് ഉണ്ടാകുന്ന, അയാളുടെ ലൈഫിൽ അയാൾ പകർത്തിയ കുറച്ച് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസിനെയാണ്
സൂപ്പർ ഈഗോ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ദ എത്തിക്കൽ കൺസ്ട്രെയിൻസ് ഓൺ ബിഹേവിയർ ആൻഡ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ഹിസ് കൺസൈൻസ്. ഹി ഗ്രോസ്, ഹി ലേൺ വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് ദ സൊസൈറ്റി. റൈറ്റ്സും റോങ്സും അയാൾ മെച്യൂർ ആവും തോറും അയാൾക്ക് മനസ്സിലാക്കി വരും. റൈറ്റ്, അങ്ങനെ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. റൈറ്റ്, ഇപ്പോൾ നമ്മൾ ഐ ഡി ഡിസ്കസ് ചെയ്തു, സൂപ്പർ ഈഗോ ഡിസ്കസ് ചെയ്തു. ഐ ഡി നമുക്കത് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ തേഴ്സ്റ്റിനെയോ അല്ലെങ്കിൽ ഹങ്കറിനെ ഡിപ്പെൻഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് മാർക്ക് ദ ആൻസർ ഐ ഡി, ബിക്കോസ് ഐ ഡീൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് തേഴ്സ്റ്റും ഹങ്കർ എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, ഇപ്പോൾ സൂപ്പർ ഈഗോ, ഇപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഡൊണേഷൻ കൊടുക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ഒരു 50 lakhs അല്ലെങ്കിൽ ഒരു 25 lakhs നമ്മൾ എമൗണ്ട് കൊടുത്തു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഒരു സിറ്റുവേഷനായിട്ട് തന്നിരിക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ദ ആൻസർ വിൽ ബി സൂപ്പർ ഈഗോ. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. റൈറ്റ്, if you are liking this video, give a thumbs up. This one is ego, the logical and conscious part of mind associated with reality principle. So ഈ ഒരു ഈഗോ എന്നൊരു വാക്ക് കാണുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങളുടെ സ്കെച്ച് പെൻ എടുക്കുക, റോട്ട് ഇറ്റ് ഡൗൺ, റിയാലിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ ഐ ഡി പറഞ്ഞു ഇറ്റ് ഈസ് എ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന്. അപ്പോൾ ഈഗോയിൽ വരുമ്പോൾ അതൊരു റിയാലിറ്റി പ്രിൻസിപ്പിളിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഈഗോ ഈസ് എ ലോജിക്കൽ ആൻഡ് കോൺഷ്യസ് പാർട്ട് ഓഫ് മൈൻഡ്. നമ്മളുടെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് എബിലിറ്റിയും അതോടൊപ്പം തന്നെ കോൺഷ്യസ് പാർട്ട് ഓഫ് മൈൻഡ്, നമ്മളുടെ ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആ ഒരു മൈൻഡും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിനെയാണ്. കാരണം അതാണ് റിയാലിറ്റി. ഓക്കെ, the balance the demand of ID and super ego in the life situation. നമ്മളുടെ ലൈഫ് സിറ്റുവേഷനിൽ നമുക്കുണ്ടാവുന്ന ഐ ഡി സൂപ്പർ ഈഗോനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് മെൻഷൻ ചെയ്തത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. റൈറ്റ്, സോ ഐ ഡി ഡിസ്കസ് ചെയ്തു, സൂപ്പർ ഈഗോ ഡിസ്കസ് ചെയ്തു, ഈഗോ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഐ ഡിയിൽ നമ്മൾ പറഞ്ഞു പ്ലഷർ പ്രിൻസിപ്പിൾ, സൂപ്പർ ഈഗോ ഒരു സോഷ്യൽ റിലേറ്റഡ്, അതാണ്. ഇപ്പോൾ സൂപ്പർ സോഷ്യൽ റിലേറ്റഡ് അല്ലെങ്കിൽ മോറൽ റിലേറ്റഡ്, നിങ്ങൾക്ക് ആ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ആസ് ഈഗോ, ദാറ്റ് വിൽ ബി ബാലൻസിങ് ദ ഐ ഡി ആൻഡ് സൂപ്പർ ഈഗോ. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. ഈ 3 പ്രിൻസിപ്പിളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഈ ഒരു ഈഗോ വിച്ച് ഈസ് ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ, ഇതാണ് മെയിൻ സംഭവം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേക്കോ. മൂവിങ് ബാക്ക് ടു ആ ക്വസ്റ്റ്യൻ, നമ്മളുടെ ക്വസ്റ്റ്യൻ ഫ്യൂഡ്യൂറിയൻ തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ അസോസിയേറ്റ് ചെയ്യാത്ത ഒരു സെക്ഷൻ ഇതിലേതാണെന്ന് ചോദിച്ചേക്കണേ. സോ ഫ്രം ദിസ് ക്ലാസ് യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ബിക്കോസ് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പ്ലഷർ പ്രിൻസിപ്പിൾ പറഞ്ഞു. പ്ലഷർ പ്രിൻസിപ്പിൾ എന്താ? ഐ ഡി. ദ നെക്സ്റ്റ് വൺ വാസ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈഗോ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് വൺ വാസ് സൂപ്പർ ഈഗോ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തത് ഏതാണ്? കളക്റ്റീവ് അൺകോൺഷ്യസ്. കളക്റ്റീവ് അൺകോൺഷ്യസ് മീൻസ് ദാറ്റ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് കാറൽ ജങ് ആണ്. ഓക്കെ, collective unconscious is a concept originated and defined by the psychoanalyst Carl Jung. Sometimes it is also referred to objective psych. It refers to the idea that the segment of the deepest unconscious mind is genetically inherited and is not shaped by the personal experience. നമുക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, the collective unconscious is made up of knowledge and the imaginary that every person is born with and is shared by all the human beings due to ancestral experience. നമ്മൾക്കിപ്പോൾ ബർത്ത്, ഡെത്ത്, പവർ, റീബർത്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. എങ്ങനെ അറിയാം? നമ്മളുടെ ഗ്രാൻഡ് പാരൻസും അവരുടെ ഗ്രാൻഡ് പാരൻസും ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഈ അറിയുന്നത്. അതിനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിനെപ്പറ്റി നോളജ് ഉണ്ട്, ബട്ട് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇല്ല. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. ഓക്കെ, സോ അതാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. സോ
ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാറൽ ജങ് ആണ്. പിന്നെ ഈ ബാക്കിയുള്ള പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞു. സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് എപ്പോഴും വരേണ്ടതാണ് സിഗ്മണ്ട് ഫ്രൂഡ്. അത് നിങ്ങൾ മറന്നു പോകരുത്.